പൗലോസ് അപ്പോസ്തലന്റെ ഈ ഭാഗത്തെ പ്രാർത്ഥന സമാപിക്കുന്നത് പിതാവാം ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ടാണ്. പിതാവാം ദൈവത്തിന് സഭയിലും ക്രിസ്തുവേശുവിലും മഹത്വമെന്ന ഏറ്റുപറച്ചിൽ അനുപമമാണ്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് സഭയിലെന്നോ ക്രിസ്തുവേശുവിലെന്നോ പറഞ്ഞാൽ രണ്ടും ഒന്നുതന്നെയാണെന്നാണ്. പൗലോസ് അപ്പോസ്തലന്റെ ക്രിസ്തുശാസ്ത്രവും സഭാശാസ്ത്രവും സമ്മേളിക്കുന്ന അപൂർവ സന്ദർഭമാണിത്. സഭയിലും ക്രിസ്തുവേശുവിലും മഹത്വമെന്നത് സഭ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന സത്യം വ്യക്തമാക്കുന്ന ഏറ്റവും ഉദാത്തമായ പ്രകടനമാണ്. ഈ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം അപരിമിതവും അപ്രമേയവുമാണ്. നമുക്ക് ചിന്തിക്കാവുന്നതിൽ കൂടുതൽ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിവുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം നമ്മുടെ ശക്തിയെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി എത്ര നമ്മിൽ പ്രവർത്തിച്ചത് നിർവഹിക്കുന്നത്. നമുക്ക് ദൈവം തന്നിട്ടുള്ള മഹാഭാഗതയം നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് പ്രാപിക്കുവാൻ സാധ്യമല്ല. എന്നാൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവശക്തിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറും. അതെ എന്നർത്ഥം. എഫേസ്യ ലേഖനം 3:16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിലെ പൗലോസ് അപ്പോസ്തലന്റെ 4 പ്രാർത്ഥനകളും നമ്മിലും നിറവേറുവാനായി നമ്മെ തന്നെ താഴ്ത്തി ദൈവം മുമ്പാകെ സമർപ്പിക്കാം. ദൈവത്തിന് മഹത്വം. ആമേൻ.